നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കർഷക സമരം ശക്തമാകുമ്പോൾ ഭാരത് കിസാൻ യൂണിയൻ നേതാവിന്റെ പ്രസ്താവനയെ ചൊല്ലി വിവാദം കനക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണെന്നും അത് താഴേക്ക് കൊണ്ടുവരാനാണ് ഈ പറയുന്ന സമരം നടത്തുന്നതുമാണ് ഭാരത് കിസാൻ യൂണിയൻ നേതാവ് ജഗജിത് സിംഗ് ദല്ലേവാലയുടെ പരാമർശം. ഈ വീഡിയോയാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കർഷക സമരം ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കർഷക നേതാവിന്റെ വിവാദ പരാമർശം. ആ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ഗ്രാഫ് വളരെയധികം ഉയർന്നു. നമുക്ക് കുറച്ചു സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തിന്റെ ഗ്രാഫ് എങ്ങനെയും താഴ്ത്തണമെന്നാണ് വീഡിയോയിൽ ജഗജിത് സിംഗ് പറയുന്നത്. വീഡിയോ പുറത്തു വന്നതോടെ കർഷക സമരം ആസൂത്രിതമായ രാഷ്ട്രീയ അജണ്ടയാണെന്ന ആരോപണവുമായി BJP നേതാക്കളും രംഗത്തെത്തി. കർഷക സംഘടനാ നേതാവിന്റേത് രാഷ്ട്രീയ പരാമർശമാണെന്നും ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയെ പിന്തുണയ്ക്കുന്നത് നിർത്തുമോ എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയല്ല, പ്രതിഷേധം നടത്തേണ്ടതെന്ന സന്ദേശമാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നത്. കർഷകർ സമരത്തിനായി ആവിഷ്കരിച്ച രീതിയോട് എതിർപ്പുണ്ട്. ട്രാക്ടറിലും ട്രോളികളിലും ഒരു വർഷത്തെ റേഷനുമായാണ് അവർ നീങ്ങുന്നത്. ഒരു സൈന്യത്തെ പോലെ അവർ ഡൽഹിയിലേക്ക് പോകുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. എന്നാൽ ട്രെയിനിലോ ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ പോകാമായിരുന്നു. ട്രാക്ടർ ഗതാഗത ഉപാധിയല്ല, അതൊരു കാർഷിക സാമഗ്രിയാണെന്നും ഖട്ടർ പറയുന്നു. നേരത്തെ പ്രധാനമന്ത്രി മോദിക്ക് വധഭീഷണിയും ഇവർ മുഴക്കിയിരുന്നു. പഞ്ചാബിൽ വെച്ച് ഒരു തവണ മോദിയെ അപായപ്പെടുത്താൻ അവസരം കിട്ടിയിട്ടും വെറുതെ വിട്ടെന്നും ഇനിയും പഞ്ചാബിൽ കാലുകുത്തിയാൽ തിരികെ പോകില്ലെന്നും ഒരു സമരക്കാരൻ പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. ഏതായാലും ഈ കർഷക സമരം ഒരു വിപ്ലവത്തിന്റെ മുന്നോടിയല്ല, മറിച്ച് ഒരു കലാപാഹ്വാനവും കലാപം ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ഇങ്ങനെ എത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇനി ഒരു തരത്തിലും മറ്റൊരു സഖ്യത്തിനും ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. NDA ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നരേന്ദ്രമോദി സർക്കാർ, NDAയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായ കാര്യങ്ങളുമായി വളരെ അജയ്യരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ ഒന്ന് തടയിടാൻ മറ്റു മാർഗങ്ങളൊന്നും കഴിയാത്തത് കൊണ്ട്, മറ്റു മാർഗങ്ങളിലൂടെ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പോലും പ്രതിപക്ഷ കക്ഷികളുടെ പരാജയപ്പെടുന്നു. ഇനിയൊരു ലക്ഷ്യം ഇങ്ങനെയൊരു കലാപമുണ്ടാക്കൽ മാത്രമാണ്. ആ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വ്യക്തമാവുന്നത്.